അമ്മേ അച്ഛാ അങ്ങോട്ട് വരുമോ? അമ്മേ നിങ്ങൾ വിളിച്ചാ വരത്തില്ല. അമ്മേ അച്ഛാ. ഇന്ന് മുതലുള്ള ഋഷഭല്ല, ഗൂഗിളാണ്. ഗൂഗിൾ എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. എന്താ ശരിക്കും അച്ഛന്റെ പ്രശ്നം? അല്ല മോളെ, ഞാൻ പറയാം, നീ കേക്ക്. ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കി വെച്ച കട്ടൻ കാപ്പിക്ക് ഒരു ശകലം പഞ്ചസാര ഇട്ട് കുടിക്കാൻ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ചെയ്തിട്ടില്ല. ഈ 3 എണ്ണം ഇങ്ങേരും ഉണ്ടല്ലോ, തിന്നാനല്ലാതെ ഒന്ന് എത്തി നോക്കിയേല. അല്ല പിന്നെ ഞങ്ങൾ എന്തിനാണ് നിൽക്കേണ്ടത്? നിന്റെ പണി എന്താ? നിന്റെ പണി അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുക. ഞങ്ങൾക്കൊക്കെ വേറെ പണിയുണ്ട്. അയ്യോ തമാശ പണിയുന്ന കുറെ എണ്ണം ഇതുണ്ടല്ലോ, തിന്നു കുടിക്കാൻ ഒരെണ്ണം. പാട്ടുപാട് നടക്കുവാണ്. ഒരു ഇരിക്കുന്ന കവി, അവൻ ഡോക്ടറാണ് ഇരിക്കുന്നത്. എന്നാ ഡോക്ടറാന്ന് ആർക്കറിയാം. പിന്നെ അങ്ങേര് ഏത് സമയം അമ്മണീ കാപ്പി, അമ്മണീ ചായ, ഇതല്ലാതെ ഒരു പല്ലവി. എന്റെ മക്കളെ ഞാൻ ഈ ഒരു മിനിറ്റ്. അമ്മേന്റെ പ്രശ്നം എന്താ? വീട്ടു ജോലി സിമ്പിൾ അല്ല. അതെ, അച്ഛൻ എന്താ പറയണേ? വീട്ടു ജോലി സിമ്പിൾ ആണ്. വെരി സിമ്പിൾ. പിന്നല്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നത്തെ ദിവസം അച്ഛൻ വീട്ടു ജോലി മൊത്തം ചെയ്യേ. ഓക്കെ, എന്ത് പണി? കുറച്ച് അരി കഴുകി അടുപ്പിലിടണം, പിന്നെ ഈ 2-3 തുണി അലക്കണം, പിന്നെ വീടും തൂത്തുവാരണം. ഏറ്റവും ഇന്നത്തെ ദിവസം അമ്മ അച്ഛന്റെ റോള് ചെയ്യുന്നു, അച്ഛൻ അമ്മന്റെ റോള് ചെയ്യുന്നു. നമുക്ക് ഫുഡ് കിട്ടിയാൽ ഡീൽ? പിന്നെ വലിയ പണിക്കാര് വന്നിരിക്കണം. അല്ല എൻ്റെ സൊമാറ്റോ ഇൻസ്റ്റാൾഡ് അല്ലേ? ഓക്കെ കാണാടി. അല്ല സത്യം പറഞ്ഞാലേ അപ്പന് വെക്കാൻ അറിഞ്ഞുകൂടാ. അരി കഴി അടുപ്പത്തിടണമെന്ന്. അരി കഴി കലത്തിലല്ലേ ഇടണ്ടേ? സദ്യ കഴിച്ച് പിരിഞ്ഞ സദ്യയുടെ കാര്യം ഇന്ന് സദ്യ കഴിച്ചത് തന്നെ. ഒരു കാപ്പി ചോദിച്ചോളി അമ്മണി, നീ അവിടെ എന്നാ എടുക്കുവാന്ന്? മലമറിക്കുമായിരിക്കും, അവള് മലമറിക്കുവാ. സദ്യ ഉണ്ടാക്കി കഴിക്കും, അപ്പനും മക്കളും സുഖിക്കും. ഹായ് ഡാഡി. ഹായ്. എന്തായി? ഞാനും നോക്കുമായിരുന്നു. അച്ഛാ വല്ലതും നടക്കുവോ? വിശക്കുന്നുണ്ട്. അപ്പോ ഞാൻ ഉണ്ടാക്കിയിട്ട് വേണം നിനക്ക് കഴിക്കാൻ അല്ലേ? അവൾക്ക് മാത്രമല്ല, ഈ വീട്ടിലെല്ലാവർക്കും അങ്ങനെ തന്നെ. ഇതെന്തുറ്റത്? ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ വേണ്ടേ? നീ എല്ലാ പ്ലാനും പറഞ്ഞു കൊടുത്തിട്ട് നീ ഇവിടെ ഒന്ന് സഹായിക്കുക. രാവിലെ വല്ലതും ഇവിടെ കഴിക്കാനുണ്ടോ ചെക്ക് ചെയ്യാൻ വന്നതാണ്. ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ? ഇതൊക്കെ സമയം 9:30 കഴിഞ്ഞ്. എനിക്ക് പുറത്തു പോകാനുള്ളതാ, വിശന്നിട്ട് പാടില്ല. നിനക്ക് പുറത്തു പോകണ്ടല്ലേ? ആ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. എന്തേ? അതാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അച്ഛാ ഒരു കാര്യം പറഞ്ഞേക്കാം, അമ്മേനെ വിളിച്ചൊക്കെ കൊള്ളാം. അമ്മയുടെ അടുത്ത് ഞങ്ങൾ പറയണ സാധനം ഉണ്ടാക്കി തരും പറഞ്ഞ സമയത്ത്. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ഇഡ്ഡലി വേണോ, ദോശ വേണോ, പുട്ട് വേണോ, അപ്പം വേണോ? പറ എന്ത് വേണം? അതിന് ഇഡ്ഡലിക്കും അപ്പത്തിനൊക്കെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്, പുളിക്കണ്ടേ? അങ്ങനെയൊക്കെ ഉണ്ടാ? അത് ടെൻഷൻ അടിക്കണ്ട അച്ഛാ, കുറച്ചധികം പുളി നമുക്ക് ഇടാം. പിന്നല്ലാണ്ട് അത് മതി. കുടംപുളി ഇടാം. മതി അല്ലേ? വാളംപുളി ഇട്. എനിക്ക് എന്നാലും ഒരു കാര്യം ഉറപ്പായി, ഇന്ന് പട്ടിണിയാണ്. പൊയ്ക്കെ 2 മിനിറ്റ് പുറത്തേക്ക് പോയിക്കേ. മതി. ഭക്ഷണം റെഡി ആകുമ്പോഴേ ഞാൻ നിങ്ങളെ വിളിക്കാം. അയ്യോ വിളിക്കണ്ട, അങ്ങോട്ട് കൊണ്ട് തന്നാ മതി. അമ്മ അങ്ങനെ ചെയ്യാറ്. ഞങ്ങൾക്ക് ഫുഡ് അവിടെ കൊണ്ടുതരും. എന്റെ കോൺസെൻട്രേഷൻ മോഡ്. പോ 2 പോ. ഇപ്പൊ ഏകദേശം അമ്മയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും. അല്ല പിന്നെ